നമസ്കാരം. NCTV വാർത്തകളുമായി ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. മുതിർന്ന CPM നേതാവ് MM ലോറൻസ് അന്തരിച്ചു. അന്ത്യം വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ. നടത്തറ ബാറിൽ യുവാവിനെ ആക്രമിച്ച സംഭവത്തിൽ രണ്ടുപേരെ ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. നടത്തറ സ്വദേശികളാണ് അറസ്റ്റിലായത്. തൃശൂർ പൂരം കലക്കിയതിന്റെ അന്വേഷണ റിപ്പോർട്ട് 5 മാസം വൈകിച്ചതിന് പിന്നിൽ മുഖ്യമന്ത്രിയാണെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ. സംസ്ഥാനത്ത് ഞായറാഴ്ച അതിശക്തമായ ചൂട് അനുഭവപ്പെടുമെന്ന് മുന്നറിയിപ്പ്. ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ. വെണ്ടോർ പള്ളിയിൽ നടക്കുന്ന കൃപാഭിഷേകം കൺവെൻഷന്റെ ധ്യാനവേദിയുടെ ആശീർവാദവും പന്തലിന്റെ കാൽനാട്ടൽ കർമ്മവും നടത്തി. ചരിത്രത്തിലെ എക്കാലത്തെയും ഉയരത്തിലേക്ക് കുതിച്ചുയർന്ന് സ്വർണ്ണവില. പവന് 55,650 രൂപയായി. കത്തെഴുതുന്ന കലയെ പുനർജീവിപ്പിക്കാൻ സ്നേഹലേഖനം മത്സരം സംഘടിപ്പിക്കുമെന്ന് സ്നേഹ മ്യൂസിയം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. മുതിർന്ന CPM നേതാവ് MM ലോറൻസ് അന്തരിച്ചു. 94 വയസ്സായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. CPM മുൻ കേന്ദ്ര കമ്മിറ്റി അംഗവും ഇടതുമുന്നണി കൺവീനറുമായിരുന്നു. ദീർഘനാളായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. മുൻ ഇടുക്കി MP-യാണ്. CITU സംസ്ഥാന സെക്രട്ടറി, CITU ദേശീയ വൈസ് പ്രസിഡന്റ് തുടങ്ങിയ നിലയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ CPM-നെ വളർത്തിയ നേതാക്കളിൽ പ്രമുഖനാണ്. 1998-ലെ CPM സംസ്ഥാന സമ്മേളനത്തിൽ അച്ചടക്ക നടപടിക്കും വിധേയനായിട്ടുണ്ട്. 2005-ൽ വീണ്ടും CPM സംസ്ഥാന കമ്മിറ്റി അംഗമായി. ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തെ തുടർന്ന് ദീർഘകാലം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. 2015-ൽ പ്രായാധിക്യത്തെ തുടർന്ന് പാർട്ടി ചുമതലകളിൽ നിന്ന് ഒഴിവായി. നടത്തറ ബാറിൽ യുവാവിനെ ആക്രമിച്ച സംഭവത്തിൽ രണ്ടുപേരെ ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. നടത്തറ ബാറിൽ വെച്ചുണ്ടായ ആക്രമണ സംഭവത്തിൽ രണ്ടുപേരെ ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. നടത്തറ ജൂബിലി നഗർ സ്വദേശി പുളിക്കൻ വീട്ടിൽ 45 വയസ്സുള്ള രാജേഷ്, സഹോദരൻ 43 വയസ്സുള്ള ബനേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ചൊവ്വാഴ്ച ബാറിൽ വെച്ച് നടത്തറ SN നഗർ സ്വദേശി മൂത്തേടത്ത് രൂപേഷിനെ മുൻവിരോധത്തിൽ ഇരുവരും ചേർന്ന് ആക്രമിക്കുകയായിരുന്നു. രൂപേഷിന്റെ തലയ്ക്കും മുഖത്തും പരിക്കേറ്റു. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് സഹോദരങ്ങൾ അറസ്റ്റിലായത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തൃശൂർ പൂരം കലക്കിയതിന്റെ അന്വേഷണ റിപ്പോർട്ട് 5 മാസം വൈകിച്ചതിന്റെ പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ. പൂരം കലക്കാൻ കച്ചകെട്ടി ഇറങ്ങിയവരെ കസേരയിൽ ഇരുത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. മുഖ്യമന്ത്രിയും BJPയും തമ്മിലുള്ള രാമസേതു പാലമാണ് ADGP. കള്ളന്റെ കയ്യിൽ തന്നെ താക്കോൽ കൊടുത്തതിന് തുല്യമാണ് ADGP അജിത് കുമാറിനെ പൂരം കലക്കൽ സംഭവം അന്വേഷിപ്പിച്ചതെന്നും പ്രതാപൻ കുറ്റപ്പെടുത്തി. കള്ളന്റെ കയ്യിലെ താക്കോലിൽ തൃശ്ശൂരുകാർക്ക് വിശ്വാസമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പൂരം കലക്കലിൽ ജുഡീഷ്യൽ അന്വേഷണം വേണം. CPIയും VS സുനിൽകുമാറും മുട്ടിൽ ഇഴയുകയാണ്. ശരിയായ വിവരാവകാശ മറുപടി കൊടുത്ത ഉദ്യോഗസ്ഥനെ ADGPക്ക് വേണ്ടി മുഖ്യമന്ത്രി സസ്പെൻഡ് ചെയ്യുകയാണ് ഉണ്ടായതെന്നും TN പ്രതാപൻ വിമർശിച്ചു. വെണ്ടോർ പള്ളി ശതാബ്ദിയുടെ ഭാഗമായി നടത്തുന്ന കൃപാഭിഷേകം ബൈബിൾ കൺവെൻഷനുള്ള ധ്യാനവേദി. വെണ്ടോർ പള്ളി ശതാബ്ദിയുടെ ഭാഗമായി നടത്തുന്ന കൃപാഭിഷേകം ബൈബിൾ കൺവെൻഷനുള്ള ധ്യാനവേദി ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ആശീർവദിച്ചു. വികാരി ഫാദർ ജോസ് പുന്നോലിപ്പറമ്പിൽ സഹകാർമ്മികനായി. സഹവികാരി ഫാദർ ബെൻവിൻ തട്ടിൽ, ജനറൽ കൺവീനർ ജെയ്സൺ മഞ്ഞളി, ശതാബ്ദി ആഘോഷ കമ്മിറ്റി കൺവീനർ നെപ്പോ ചിറമ്മൽ, ട്രസ്റ്റി ഡോൺ കല്ലൂക്കാരൻ എന്നിവർ നേതൃത്വം നൽകി. ഫൊറോനയിലെ മറ്റു ഇടവകളിൽ നിന്നുള്ള വികാരിമാരും സന്നിഹിതരായിരുന്നു. അണക്കര മരിയൻ ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡൊമിനിക് വാളമനാൽ നയിക്കുന്ന കൃപാഭിഷേകം ബൈബിൾ കൺവെൻഷൻ വെണ്ടോർ പള്ളിയിൽ ഒക്ടോബർ 16, 17, 18, 19, 20 തീയതികളിലാണ് സംഘടിപ്പിക്കുന്നത്. പ്രാർത്ഥനയ്ക്കും വചന ശുശ്രൂഷയ്ക്കും വചനം ശ്രവിക്കുവാനുമായി വരുന്ന എല്ലാവരെയും ആശീർവദിക്കണമേ. ഈ ധ്യാനവേദിയുടെ ജോലികൾ എത്രയും വേഗം പൂർത്തിയാകുവാനും ഇവിടെ ദൈവവചനം 52 കുടുംബങ്ങളായി പുതുക്കാടിൽ നിന്ന് ഇടവക മാറി ഇവിടേക്ക് എത്തി 55 ഇടവകയായ വെല്ലൂക്കാര്
ചെറിയ രീതിയിലൊന്നും അല്ല 100 വർഷം കൊണ്ട് വളർന്നത്. ഇപ്പോൾ 1192 മറ്റോ ഇത്രയും കുടുംബങ്ങളുള്ള അതിരൂപതയിലെ വലിയ ഒരു ഇടവകയാണ്. 100 വർഷത്തെക്കുറിച്ച് പല കാര്യങ്ങളും ആലോചിക്കുകയുണ്ടായി. നമ്മൾ അടിസ്ഥാനതല കൂടി ആലോചന യോഗങ്ങളിലൊക്കെയും 2024 ജനുവരി 1 മുതൽ നമ്മുടെ എങ്ങനെയായിരിക്കണം എന്നൊക്കെ നമ്മൾ ആലോചിച്ചു. കത്തെഴുതുന്ന കലയെ പുനർജീവിപ്പിക്കാനും സ്നേഹം തുറന്ന് പ്രകടിപ്പിക്കാനുമുള്ള കഴിവിനെ പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ട് കൊടകരയിൽ പ്രവർത്തിക്കുന്ന സ്നേഹ മ്യൂസിയം സ്നേഹലേഖന മത്സരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്നേഹപ്രകടനം ചാറ്റിങ്ങിലും ഫോൺ വിളിയിലും മാത്രമായി ഒതുങ്ങുന്ന കാലത്ത് മനസ്സിലെ ഇഷ്ടങ്ങൾ സ്വന്തം ഭാഷയിൽ സ്വന്തം കൈപ്പടയിൽ ഹൃദയത്തിൽ തൊട്ട് എഴുതി അറിയിക്കാനാവുന്ന കത്തെഴുത്ത് കലയെ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് സ്നേഹലേഖന മത്സരം. പ്രണയികളോടോ കുടുംബാംഗങ്ങളോടോ ഉള്ള സ്നേഹം A4 ഷീറ്റിൻ്റെ ഒരു വശത്ത് മാത്രമായോ ഇൻലൻഡ് ലെറ്റർ കാർഡിലോ മലയാളത്തിൽ സ്വന്തം കൈപ്പടയിൽ പേന കൊണ്ടെഴുതിയാണ് അയക്കേണ്ടത്. ജീവിച്ചിരിക്കുന്നതോ മരിച്ചുപോയതോ ആയ യഥാർത്ഥ വ്യക്തിയെ അഭിസംബോധന ചെയ്താണ് എഴുതേണ്ടത്. ദേശീയ തപാൽ ദിനമായ ഒക്ടോബർ 10 സ്നേഹ മ്യൂസിയം കൊടകര തൃശൂർ 680684 എന്ന വിലാസത്തിൽ അയക്കണം. തെരഞ്ഞെടുക്കുന്ന ഏറ്റവും നല്ല കത്തുകൾ ഒക്ടോബർ 20 മുതൽ ഒരു മാസക്കാലം സ്നേഹ മ്യൂസിയത്തിൽ നടക്കുന്ന ലവ് ലെറ്റർ എക്സിബിഷനിലേക്ക് തിരഞ്ഞെടുക്കുകയും മ്യൂസിയത്തിലെ സ്ഥിരം ശേഖരത്തിൽ സൂക്ഷിക്കുകയും ചെയ്യും. മികച്ച കത്തുകൾ എഴുതിയവർക്ക് സർട്ടിഫിക്കറ്റുകളും സമ്മാനിക്കും. വാർത്താ സമ്മേളനത്തിൽ മ്യൂസിയം ക്യൂറേറ്റർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ, ഓഫീസ് മാനേജർ സിൽജ അരുൺ, പബ്ലിസിറ്റി മാനേജർ ML സ്മിഷ എന്നിവർ പങ്കെടുത്തു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡിലെ പഴയ ദേശീയപാത റോഡിൽ കാട് മൂടിയതും കുണ്ടും കുഴിയുമായി കിടന്നിരുന്നതുമായ സ്ഥലം ശുചീകരിച്ചു. പഞ്ചായത്ത് അംഗം സെബി കൊടിയന്റെ നേതൃത്വത്തിലാണ് ഹോളിഡേ പാർക്കിന് മുൻവശത്തെ ഹൈവേ റോഡ് ഹിറ്റാച്ച് ഉപയോഗിച്ച് വൃത്തിയാക്കിയത്. കേരളത്തിന്റെ ചരിത്രത്തിലെ എക്കാലത്തെയും ഉയരത്തിലേക്ക് കുതിച്ചുയർന്ന സ്വർണ്ണവില. ഗ്രാമിന് 75 രൂപ മുന്നേറി വില 6960 രൂപയിലെത്തി. പവന് 600 രൂപ ഉയർന്ന് വില 55,650 രൂപയായി. കഴിഞ്ഞ മെയ് 20 രേഖപ്പെടുത്തിയ ഗ്രാമിന് 6,890 രൂപയും പവന് 55,120 രൂപയും എന്ന റെക്കോർഡ് ഇനി മറക്കാം. പണിക്കൂലിയും GST അടക്കം പവന് കേരളത്തിലെ വില 60,000 രൂപയ്ക്ക് മുകളിലെത്തി. രാജ്യാന്തര വിപണിയിലെ റെക്കോർഡ് ആവേശമാക്കിയാണ് കേരളത്തിലും വിലക്കുതിപ്പ്. സംസ്ഥാനത്ത് ഞായറാഴ്ച അതിശക്തമായ ചൂട് അനുഭവപ്പെടുമെന്ന് മുന്നറിയിപ്പ്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. ശരത്കാല വിഷമം ആയതിനാൽ സൂര്യനിൽ നിന്നും സൂര്യരശ്മികൾ നേരിട്ട് ഭൂമിയിൽ പതിക്കും. ഇതേ തുടർന്നാണ് ചൂട് കൂടുന്നത്. മേഘങ്ങളിൽ തട്ടിയാണ് സൂര്യരശ്മി എല്ലായ്പ്പോഴും ഭൂമിയിൽ പതിക്കാറുള്ളത്. എന്നാൽ ശരത്കാല വിഷമ സമയത്ത് മഴമേഘങ്ങൾ കുറവായിരിക്കും. ഇതോടെ നേരിട്ട് തന്നെ ചൂടേറിയ രശ്മികൾ ഭൂമിയിൽ പതിക്കും. ഞായറാഴ്ചയാണ് വിഷമം. ഇംഗ്ലണ്ടിലെ 2 കോടി രൂപയുടെ ഇരട്ട സ്കോളർഷിപ്പ് സ്വന്തമാക്കി കല്ലൂർ സ്വദേശി ദേവിക. ഫിസിക്സിൽ ഉപരിപഠനത്തിനൊരുങ്ങുന്ന ദേവികയ്ക്ക് സർവകലാശാലയുടെയും ബ്രിട്ടീഷ് സർക്കാരിൻ്റെയും സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ടിലെ വെസ്റ്റ് യോർക്ക് ഷെയറിലെ ഹഡേഴ്സ്ഫീൽഡ് ഗവേഷണ സർവകലാശാലയിലാണ് ഗവേഷണ പഠനം. സർവകലാശാലയുടെ സ്കോളർഷിപ്പ് വഴി 4 വർഷത്തെ ഗവേഷണത്തിനായി 1 കോടി രൂപയും ദൈനംദിന ചെലവുകൾക്കായി ബ്രിട്ടീഷ് സർക്കാരിൻ്റെ എഞ്ചിനീയറിംഗ് ആൻഡ് ഫിസിക്കൽ സയൻസ് റിസർച്ച് കൗൺസിൽ നൽകുന്ന 1 കോടി രൂപയുമാണ് ലഭിക്കുന്നത്. വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് 4ാം റാങ്കോടെ MSc ഫിസിക്സ് പൂർത്തിയാക്കിയ ദേവിക ഫോട്ടോണിക്സിലാണ് ഉപരിപഠനം നടത്തുന്നത്. കാവല്ലൂർ അയ്യഞ്ചിറ വീട്ടിൽ അനിലിൻ്റെയും നിഷയുടെയും മകളാണ് ദേവിക. +2 വിദ്യാർത്ഥി അനാമിക സഹോദരിയാണ്. ആരോഗ്യത്തിന് ആവശ്യമായ പോഷകങ്ങളാൽ സമ്പുഷ്ടമായ പച്ചക്കറികളിൽ ഒന്നാണ് കാരറ്റ്. എന്നാൽ കാരറ്റ് പച്ചയ്ക്ക് കഴിക്കുന്നതാണോ അതോ കാരറ്റ് ജ്യൂസായി കഴിക്കുന്നതാണോ ആരോഗ്യത്തിന് ഉത്തമം? ഇവ രണ്ടിന്റെയും ആരോഗ്യ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് അറിയാം. റിപ്പോർട്ടിലേക്ക്. എല്ലാ ദിവസവും കഴിക്കാൻ പറ്റിയ പച്ചക്കറികളിലൊന്നാണ് ക്യാരറ്റ്. അതിലടങ്ങിയിരിക്കുന്ന ധാതുക്കളും പോഷകങ്ങളും നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യവുമാണ്.
ക്യാരറ്റിൽ വിറ്റാമിൻ എ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. കൂടാതെ ചർമ്മത്തിലെ പാടുകളും മറ്റും കുറയ്ക്കാനും ക്യാരറ്റിലെ പോഷക ഘടകങ്ങൾ സഹായിക്കുന്നു. ക്യാരറ്റിലെ ഫൈബറിന്റെ സാന്നിധ്യം ദഹനം സുഗമമാക്കുകയും മലബന്ധം ഇല്ലാതാക്കുകയും ചെയ്യും. കൂടാതെ ശരീരത്തിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിലനിർത്താനും ക്യാരറ്റ് സഹായിക്കുന്നു. ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തങ്ങളുടെ ഭക്ഷണക്രമത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ കഴിയുന്ന പച്ചക്കറി കൂടിയാണ് ക്യാരറ്റ്. ഇവയാണ് ക്യാരറ്റ് പച്ചയ്ക്ക് കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ. ക്യാരറ്റ് ജ്യൂസിൽ ബീറ്റാ കരോട്ടിനും വൈറ്റമിൻ എയും ധാരാളം അടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങളുടെ ശരീരത്തിലെ കോശങ്ങളുടെ നാശം തടയാനും അണുബാധ ഒഴിവാക്കാനും സഹായിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. പച്ച ക്യാരറ്റിലുള്ളതിനേക്കാൾ ക്യാരറ്റ് ജ്യൂസിലാണ് ബീറ്റാ കരോട്ടിൻ ധാരാളമായി അടങ്ങിയിട്ടുള്ളത്. എന്നാൽ അമിതമായി ക്യാരറ്റ് ജ്യൂസ് കുടിക്കുന്നത് കരോട്ടിനീമിയ എന്ന രോഗാവസ്ഥയ്ക്ക് കാരണമാകും. രക്തത്തിൽ ബീറ്റാ കരോട്ടിന്റെ അളവ് കൂടുന്നതിലൂടെ ചർമ്മത്തിന്റെ നിറം മഞ്ഞ നിറത്തിലാകുന്ന അവസ്ഥയാണിത്. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. നടത്തറ ഗവൺമെന്റ് ITIയിൽ NCVT അംഗീകാരമുള്ള ഏകവത്സര കോഴ്സുകളായ വെൽഡർ, വുഡ് വർക്ക്, ടെക്നീഷ്യൻ ട്രേഡുകളിൽ സംവരണം ചെയ്ത സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. SSLC ജയിച്ചവർക്കും തോറ്റവർക്കും പ്രവേശനം ലഭിക്കും. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 30. ഫോൺ 9447366243. മറ്റൊരു നമ്പർ 9745309589. പുതിയ സംരംഭം തുടങ്ങാൻ താല്പര്യമുള്ളവർക്കായി കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് 5 ദിവസത്തെ വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുന്നു. സെപ്റ്റംബർ 24 മുതൽ 28 വരെ കളമശ്ശേരി കീഡ് ക്യാമ്പസിലാണ് പരിശീലനം. ഫോൺ 9188928000. ഇനി സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6960 രൂപയും പവന് 55,650 രൂപയും രേഖപ്പെടുത്തി. വരാക്കര വൈക്കാടൻ ബാലൻ അന്തരിച്ചു. 72 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 8-ന് വടൂക്കര ശ്മശാനത്തിൽ. ഗിരിജയാണ് ഭാര്യ. രഞ്ജു, രഞ്ജിനി എന്നിവർ മക്കളും. പ്രസീത, സജീവൻ എന്നിവർ മരുമക്കളുമാണ്. മുപ്പുളിയം പണിക്കവളപ്പിൽ രവീന്ദ്രനാഥൻ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10-ന് വടൂക്കര ശ്മശാനത്തിൽ. ശാന്തയാണ് ഭാര്യ. ഹരിലാൽ, പ്രിയ, സജൻലാൽ എന്നിവർ മക്കളും. നീതു, ജിൽജിത്ത്, അമ്മു എന്നിവർ മരുമക്കളുമാണ്. ചെങ്ങാലൂർ സ്നേഹപുരം ആരോടി വെള്ളോൻ ഭാര്യ കല്യാണി അന്തരിച്ചു. 87 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 9:30-ന് വടൂക്കര ശ്മശാനത്തിൽ. ചെങ്ങാലൂർ ചെമ്പിശ്ശേരി വേലായുധൻ ഭാര്യ വള്ളിയമ്മ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 8:30-ന് വീട്ടുവളപ്പിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. മുതിർന്ന CPM നേതാവ് MM ലോറൻസ് അന്തരിച്ചു. അന്ത്യം വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ. നടത്തറ ബാറിൽ യുവാവിനെ ആക്രമിച്ച സംഭവത്തിൽ 2 പേരെ ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. നടത്തറ സ്വദേശികളാണ് അറസ്റ്റിലായത്. തൃശൂർ പൂരം കലക്കിയതിന്റെ അന്വേഷണ റിപ്പോർട്ട് 5 മാസം വൈകിച്ചതിന് പിന്നിൽ മുഖ്യമന്ത്രിയാണെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ. സംസ്ഥാനത്ത് ഞായറാഴ്ച അതിശക്തമായ ചൂട് അനുഭവപ്പെടുമെന്ന് മുന്നറിയിപ്പ്. ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ. വെണ്ടോർ പള്ളിയിൽ നടക്കുന്ന കൃപാഭിഷേകം കൺവെൻഷന്റെ ധ്യാനവേദിയുടെ ആശീർവാദവും പന്തലിന്റെ കാൽനാട്ടൽ കർമ്മവും നടത്തി. ചരിത്രത്തിലെ എക്കാലത്തെയും ഉയരത്തിലേക്ക് കുതിച്ചുയർന്ന് സ്വർണ്ണവില. പവന് 55,650 രൂപയായി. കത്തെഴുതുന്ന കലയെ പുനർജീവിപ്പിക്കാൻ സ്നേഹലേഖനം മത്സരം സംഘടിപ്പിക്കുമെന്ന് സ്നേഹ മ്യൂസിയം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.